സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയാണെങ്കിൽ ആകെ തകർന്ന് സമണിന്നില എത്തിയ പോലെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയുടെ ചിതാഭസ്മം ഉണ്ടല്ലോ 41 ദിവസം ഇവിടെ തന്നെ വെക്കണം, അതിനുശേഷം ഇവിടെ അന്നുവെച്ചാൽ കൊണ്ടൊഴുക്കാം. കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ എന്നോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് എല്ലാ കാര്യങ്ങളും പറയും. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ചിതാഭസ്മം എവിടെ ഒഴുക്കേണ്ടതെന്ന് പറഞ്ഞില്ല. അതെങ്ങനെയാ? എൻ്റെ കൂടെ കുറേ നാൾ ജീവിക്കുമെന്നല്ലേ അമ്മ വിചാരിച്ചത്? ആ അമ്മേ, പിന്നെ ഉണ്ടല്ലോ, നമുക്ക് രണ്ടാൾക്കും കൂടിയില്ലേ അമ്മ താമസിച്ചിരുന്ന ആ വീട്ടിലൊന്ന് പോകണം. അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഡയറിയിലോ മറ്റോ എന്തെങ്കിലും കുറിപ്പോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ. വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെ തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇതുപോലെ കുറിപ്പിൽ എഴുതി വെക്കാറല്ലേ. അവിടെ എല്ലാം ഒന്ന് പോയി നോക്കണോ അമ്മേ, എന്തെങ്കിലും ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ രാധികയുടെ ആ മാനസികാവസ്ഥയും പറച്ചിലുമൊക്കെ കേട്ടിട്ട് ദേവനെ യശോദക്കും വല്ലാതെ സങ്കടം തോന്നുക. മോളെ, നിനക്ക് ഇത്തിരി സമാധാനം കിട്ടാൻ ഞങ്ങൾ എന്താ മോളെ ചെയ്യേണ്ടത്? എനിക്ക് എങ്ങനെയാ അമ്മ ഇനി സമാധാനം കിട്ടുക? അമ്മയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അഹമ്മദനെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക? ഇത്രയും നാളും അമ്മ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ വന്നതും ഒരൊറ്റ പോക്കല്ലേ. എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് പിന്നെ വന്നത്? എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താനോ, എന്നെ ഇതുപോലെ കൊല്ലാനോ എന്നും പറഞ്ഞ് രാധിക പൊട്ടിക്കരയുവാണ്. അങ്ങനെ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാൻ കേട്ടോ ദേവനാരായണനും യശോദയൊക്കെ. പിന്നീട് കാണിക്കുന്നത് ദുർഗയും ദുർഗയുടെ ടീമും കൂടി ആ കാട്ടിൽ മുഴുവൻ അന്വേഷണം നടത്തുവാണ്. അവിടെയുള്ള ഏരിയയൊക്കെ ഫുൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ ക്രൈം നടന്ന ആ ഒരു സ്പോട്ടിലേക്ക് എത്തുക. അന്നേരം കൂടെയുള്ള കൂട്ടാളികൾ പറയണേ, ഇവിടെ നിന്നൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ദുർഗ. എന്താണെങ്കിലും പോലീസുകാർ അന്വേഷിച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പറ്റാവുന്ന എവിഡൻസ് എല്ലാം അവർ കളക്ട് ചെയ്ത് കാണും. അന്നേരം ദുർഗ പറയണേ, ഒരുപക്ഷെ ഈ ഒരു ഏരിയ ഫുൾ അവർ കവർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്ക് കുറച്ചുകൂടി ഉൾക്കാട്ടിലേക്ക് ചെല്ലണം. ചിലപ്പോൾ അവിടെയായിരുന്നു ഇതിൻ്റെ എല്ലാം തുടക്കമെങ്കിലോ. എന്തെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തെളിവ് അവിടെ നിന്ന് കിട്ടിയാലോ. നിങ്ങളെന്താണെങ്കിലും അവിടേക്കൊന്ന് സെർച്ച് ചെയ്യും. ഞങ്ങളെന്താണെങ്കിലും ഞങ്ങളുടെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് രാധികയുടെ വീട്ടിൽ വെച്ചാണ്. ഞാനും കിരണും കൂടി അങ്ങോട്ടേക്ക് പോകാം. ഇനി അവിടെ നിന്ന് വേണം ഞങ്ങളുടെ അന്വേഷണം. അന്നേരം അക്ഷര ചോദിക്കുന്നുണ്ട്, അല്ല ജിഡി, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണത്തെക്കുറിച്ച് അവരറിയില്ലേ? നെവർ, അതൊരു കാരണവശാലും അറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അന്വേഷണം അണ്ടർ കവർ ഏജൻറ്റ് ഏറ്റെടുത്തു എന്നുള്ള വിവരം CM-നും ജോർജ് സാറിനും പിന്നെ നമ്മൾക്ക് മാത്രമേ അറിയൂ. അത് അതേപോലെ തന്നെ നിലനിൽക്കണം. അക്കാര്യം ഞങ്ങളുടെ മാനേജ് ചെയ്തോളാം. പിന്നെ നമ്മളൊരിക്കലും നമ്മളുടെ ഐഡൻറ്റിറ്റി പുറത്തു പറയരുത്. നിങ്ങളും ആ രീതിയിൽ വേണം ഇവിടെയെല്ലാം അന്വേഷിക്കാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് ദുർഗയും കിരണും കൂടി ആറ്റുവാശ്ശേരിയിലെത്തുന്നതാണ്. ഈ സമയം ദേവൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ദുർഗയെ കാണുന്നത് ദേവന് സന്തോഷമാണ്. ആ മോളെ, ഇങ്ങോട്ടേക്കുള്ള വഴിയൊന്നും മറന്നിട്ടില്ല അല്ലേ? ദേ യശോദേ, ആരാ വന്നേക്കണേന്ന് നോക്കിയേ. അങ്ങനെ യശോദക്കും ദുർഗയെ കാണുമ്പോൾ സന്തോഷമാകുക. കുറേ നാളുകൾക്ക് ശേഷം മോള് തിരിച്ചു വന്നതാ. പക്ഷേ അതിൻ്റെ സന്തോഷമൊന്നും പങ്കുവെക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഇവിടെയുള്ളവർ. എല്ലാവരും ദുഃഖത്തിലാണ്. അറിഞ്ഞമ്മേ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. രാധിക എവിടെ? അവളാകെ തളർന്നിരിക്കുമായിരിക്കുമല്ലേ? പിന്നെ അല്ലാതെ. ഇത്രയും നാളും കാത്തിരുന്ന് കിട്ടിയ അമ്മയല്ലേ അവൾക്ക് നഷ്ടപ്പെട്ടത്. അവൾക്കത് സഹിക്കാൻ പറ്റുമോ? ആ പിന്നെ അമ്മേ, ഇതാണ് കിരൺ, എൻ്റെ ഹസ്ബൻഡാ. ഞങ്ങളുടെ മാരേജ് ഏജൻറ്റ് കുറച്ചായി. ഓ അതെയോ? അമ്മേ, രാധികയുടെ റൂം ഏതാ? ഞാൻ കാണിച്ചു തരാം മോളെ. കിരൺ, എന്നാൽ നീ അച്ഛനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കേ, ഞാൻ പോയി രാധികയെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് യശോദക്കൊപ്പം രാധികയുടെ റൂമിലേക്ക് പോകുവാൻ കേട്ടോ. ദുർഗ ഈ സമയം രാധികയാണെങ്കിൽ റൂമിൽ കരഞ്ഞു തറഞ്ഞ് കിടക്കുമായിരിക്കും. അന്നേരം ദുർഗ രാധികയുടെ അരികിൽ ചെന്നിരിക്കുക. രാധികയെ. ദുർഗയെ കാണുന്നതും രാധിക ദുർഗയെന്ന് വിളിച്ച് കരഞ്ഞ് കെട്ടിപ്പിടിക്കുക. കുഞ്ഞുനാളിൽ നീ എന്നോട് പറയാറില്ലേ ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തുമെന്ന്? എൻ്റെ അമ്മ എന്നെ തേടി വന്നതാ. ആ സ്നേഹം ഞാൻ ആവോളം അനുഭവിച്ചതാ. പക്ഷേ പെട്ടെന്നൊരു ദിവസം എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ദുർഗയും. അവസാനമായിട്ട് എനിക്ക് എൻ്റെ അമ്മയുടെ മുഖം പോലും കാണാൻ പറ്റാതെ ആരൊക്കെ ചേർന്ന് കൊന്നു കളഞ്ഞു. എൻ്റെ അമ്മയുടെ ശത്രുക്കൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് രാധിക പൊട്ടിക്കരയുവാണ് കേട്ടോ. അത് കാണുമ്പോൾ ദുർഗയ്ക്ക് സങ്കടമാകണേ. രാധികയെ, നീ വിഷമിക്കാതിരിക്കും. പോലീസുകാർ ഊർജ്ജത്തോടെ അന്വേഷണം നടത്തുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ശ്യാമ മേഡത്തിൻ്റെ പിന്നിൽ കൊലയാളികൾ ആരൊക്കെയാണെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ടിരിക്കുക. ദുർഗയുടെ വാക്കുകൾ കേൾക്കുന്നതും രാധികയ്ക്കൊരു സംശയം തോന്നുക. രാധിക ചോദിക്കണേ, പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? നിനക്ക് പോലീസ് അന്വേഷണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? പറ ദുർഗേ. അങ്ങനെയൊന്നുമില്ല രാധികെ. ന്യൂസിലും TV-യിലൊക്കെ ഇപ്പോൾ ഇതാണല്ലോ വാർത്ത. അപ്പോൾ CM ഒക്കെ വളരെ ഊർജ്ജത്തോടെ തന്നെ അന്വേഷണം നടത്തണമെന്ന് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് അതിനോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ രാധികയെ ആശ്വസിപ്പിച്ച് രാധികയ്ക്ക് ധൈര്യം കൊടുക്കാൻ ശ്രമിക്കുവാൻ കേട്ടോ ദുർഗ. പിന്നീട് കാണിക്കുന്നത് വീടിന് പുറത്ത് നിൽക്കുന്ന കിരണിനെയാണ്. ഈ സമയം ദുർഗയും പുറത്തേക്ക് വരിക. പാവൻ രാധിക, അവൾ ആകെ തകർന്നിരിക്കുവാണ്. അവളെ ആശ്വസിപ്പിക്കാൻ ഞാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അവളുടെ കരച്ചിൽ സങ്കടമൊക്കെ കൂടി വരുന്നതേ ഉള്ളൂ. ആണോ? ഞാനിപ്പോൾ കുറച്ചു മുമ്പ് വരണ്ട പരിചയപ്പെട്ടായിരുന്നു. വരണ്ടകത്തേക്ക് കയറിപ്പോയി. ആണോ? ഞാൻ കണ്ടില്ലല്ലോ. താനന്നേരം രാധികയുടെ കൂടെയായിരുന്നു. കിരൺ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യണം. അല്ല, ഈ അവസ്ഥയിൽ
ഈ അവസ്ഥയിൽ രാധികയിൽ നിന്ന് അന്വേഷണം തുടങ്ങാൻ പറ്റില്ല. രാധികയോട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനും പറ്റില്ല. അവൾ ആകെ തകർന്നിരിക്കുക. അതുകൊണ്ട് തൽക്കാലം നമുക്ക് മുമ്പിലുള്ള ഇപ്പോഴുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വരുണാണ്. ശ്യാമയുടെ ശത്രുക്കൾ ആരൊക്കെയാണ്? ശ്യാമ മാഡത്തെ കാണാതാവുന്ന ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ നമ്മൾ വരുണിനോട് തന്നെ ചോദിക്കണം. അന്നേരം കിരൺ പറയുന്നുണ്ട്, പക്ഷേ വരുണിനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അയാൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോലീസുകാരാണെന്ന് ചിലപ്പോൾ വരുൺ മനസ്സിലാക്കിയിരിക്കും. അത് കിരൺ പറഞ്ഞ നേരാ. നമ്മൾ സൂക്ഷിച്ച് വേണം വരുണിനോട് സംസാരിക്കാനായിട്ട്. അടുത്തുള്ള കുടുംബ ബന്ധുക്കൾ കാര്യങ്ങൾ ചോദിച്ചറിയില്ലേ? ആ ഒരു രീതിയിൽ ചോദിച്ചാൽ മതി. കിരൺ വാ, നമുക്ക് വരുണിനോട് ചോദിക്കാം. അങ്ങനെ പറഞ്ഞ കിരണിനെയും കൂട്ടി ദുർഗ നേരെ വരുണിൻ്റെ അരികിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ അവരെ കാണുന്നതും വരുൺ പറയുന്നുണ്ട്, സത്യം പറയാലോ, നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് അമ്മയച്ഛനൊക്കെ ഒരുപാട് പറഞ്ഞു. രാധികയുടെ ഒപ്പം കുഞ്ഞുനാൾ തൊട്ട് ഉണ്ടായ ആളല്ലേ ദുർഗ. ഈ ഒരവസ്ഥയിൽ രാധികയുടെ അരികിലേക്ക് ദുർഗ വന്നത് എന്തുകൊണ്ടും അയാൾക്കൊരു ആശ്വാസമായിട്ടുണ്ടാകും. അന്നേരം ദുർഗ ചോദിക്കുക, വരുൺ, എന്നാലും ശ്യാമ മേഡത്തെ പോലെ ഇത്രയും വലിയൊരു ഗായികക്ക് ആരാ ഇത്ര ശത്രുക്കൾ? ആരാ ശ്യാമ മേഡത്തിന് ജീവൻ എടുക്കാൻ പോലും മുതിരുന്ന ആൾക്കാർ? വരുൺ ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ശ്യാമ മേഡത്തിൻ്റെ ഒരു ബന്ധുവുണ്ട്, ഐശ്വര്യ. അവർക്ക് ശ്യാമ മേഡത്തോട് നല്ല ശത്രുത ഉണ്ടായിരുന്നു. എന്താ ശത്രുതയ്ക്കുള്ള കാരണം? അത് പ്രത്യേകിച്ച് ഒന്നുമല്ല, സമ്പത്ത് തന്നെയാണ്. ഈ ശ്യാമ മേഡത്തിൻ്റെ സ്വത്തുക്കളും മറ്റുമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതും നോക്കി നടത്തിക്കൊണ്ടിരുന്നതും ഈ ഐശ്വര്യയായിരുന്നു. ശ്യാമ മേഡത്തെ ഭരിച്ചിരുന്നത് തന്നെ അവരായിരുന്നു എന്ന് പറയാം. അതിന് ശ്യാമ മേഡം എതിർത്തു. അങ്ങനെ അവർക്ക് അതിഷ്ടപ്പെട്ടില്ല. കുറേ നാളായിട്ട് ഇപ്പോൾ ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ പറയത്തക്ക ശത്രുക്കളെ ആരും ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. അല്ല, ഇതിനു മുമ്പ് ശ്യാമ മേഡത്തിന് ഇതുപോലെ എന്തെങ്കിലും അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2-3 തവണ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലൊക്കെ ആരോഗ്യ കയറുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ കണിമംഗലത്തിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഞങ്ങളറിഞ്ഞു. വരുണിൻ്റെയും അച്ഛൻ്റെയും പേരിലുണ്ടായ സ്വത്തുക്കളെല്ലാം ചെറിയച്ഛൻ കൈക്കലാക്കിയല്ലേ? അതെ. സത്യം പറഞ്ഞാൽ എൻ്റെ ചില അശ്രദ്ധകളും അതിന് കാരണമായിട്ടുണ്ട്. കമ്പനിയിൽ ഞാൻ നിയമിച്ച മാനേജർ ബെഞ്ചമിൻ, അയാളാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. അയാൾ ചെറിയച്ഛൻ്റെ മകൻ്റെയും ആളായിരുന്നു. അയാളെ വിശ്വസിച്ചു പല സ്ഥലത്തും ഞാൻ പാളി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അതിൻ്റെ കൂടെയാണ് ശ്യാമ മേഡത്തിൻ്റെ ഈ വാർത്തയും. സത്യം പറഞ്ഞാൽ സഹിക്കാൻ പോലും പറ്റുന്നില്ല. രാധികയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഒരാളെപ്പോലും അറിഞ്ഞുകൊണ്ട് പോലും വേദനിപ്പിക്കാത്ത ഒരാളാണ്. അങ്ങനെയുള്ള മാഡത്തെ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊല്ലാൻ ആർക്കാ മനസ്സ് വരിക? ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ഭാരോ. രാധികയുടെ അരികിലേക്ക് എങ്ങനെ പോകുമെന്ന് ആലോചിക്കുന്നത്. അയാളെ ഒരു വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോലും എൻ്റെ കയ്യിലില്ല. ശ്യാമ മേഡത്തെ പോലെ ഇത്ര നല്ല മനസ്സുള്ള ഒരാളോട് ഈ ക്രൂരത കാണിച്ചവർ ആരാണെങ്കിലും തന്നെ അവർ വെറുതെ വിടാൻ പോകുന്നില്ല. ശ്യാമ മേഡവും രാധികയ്ക്ക് ആരാധിക്കുന്ന ആ ദൈവങ്ങളുണ്ടല്ലോ, അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ കാര്യമൊക്കെ പറഞ്ഞ് ഏത് ഉദ്യോഗസ്ഥരെ സമീപിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. ആരോടും വിശ്വാസമില്ലാത്ത അവസ്ഥയിലായിപ്പോയി. എന്താണെങ്കിലും മാഡത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ള ശത്രുക്കൾ ആരാണെങ്കിലും അവരെ ആരെങ്കിലും ഒരു നല്ല ഉദ്യോഗസ്ഥൻ പുറത്തു കൊണ്ടുവരും. ആ ഒരു പ്രതീക്ഷയല്ല ഞാനിപ്പോൾ. പിന്നീട് കാണിക്കുന്നത് ദുർഗയും കിരണും കൂടി കുട്ടേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുക. കുട്ടേട്ട, അന്വേഷണങ്ങളൊക്കെ എവിടെ വരെ എത്തി? ഞങ്ങളുടെ ശ്യാമ മേഡം നടത്തിയിരുന്ന സ്കൂളിൻ്റെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമുക്ക് ഗുണമുള്ള രീതിയിൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അന്നേരം ദുർഗ പറയുന്നുണ്ട്, നമ്മളുടെ അടുത്ത ടാർഗറ്റ് കണിമംഗലത്തെ ചന്ദ്രശേഖരനാണ്, വരുണിൻ്റെ ചെറിയച്ഛൻ. അക്ഷരയാകിലും കൂടി അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. അവർക്ക് യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്നും കിട്ടുമെന്ന് പരിശോധിക്കണം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ദുർഗ പറയണേ, കിരൺ, എന്താണെങ്കിലും നമുക്ക് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസവും കൂടി ഇവിടെ തുടരേണ്ടി വരും. എന്ത് പറഞ്ഞ് ഇവിടെ നിൽക്കും നമ്മൾ? അതിനൊരു വഴിയുണ്ട്, താൻ വാ. അങ്ങനെ കിരണാണെങ്കിൽ ദുർഗേനെയും കൂട്ടി നേരെ ദേവനാരായണൻ്റെ യശോദയുടെ അരികിലേക്ക് പോകുക. അതെ അമ്മേ, സത്യം പറയാലോ, ഞങ്ങൾ ചെറിയൊരു പ്രശ്നത്തിലാണ്. എന്തുപറ്റി മോളെ? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഞങ്ങളുടെ 2 വീട്ടുകാർക്കും അതിലത്ര ഇഷ്ടമൊന്നുമല്ല. 2 വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും പ്രശ്നമൊക്കെയുണ്ട്. അവർക്ക് ഈ ജാതിയും അന്തസ്സും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കിരണിനെതിരെ ഒരു അറ്റാക്ക് വരെ നടന്നു. കിരണിനെ കത്തിക്കൊണ്ട് കുത്തി കൊല്ലാൻ പോലും നോക്കിയിട്ടുണ്ട്. അങ്ങനെ കിരണിൻ്റെ അവസ്ഥയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുവാണ്. അതൊക്കെ കണ്ട് അവർ ഭയന്നു പോകുക. അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അവരുടെ കണ്ണ് വെട്ടിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് ഇവിടെ പറ്റുമെന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ സത്യം പറഞ്ഞ അച്ഛനും അമ്മയുടെ അരികിലേക്ക് ഇപ്പോൾ വന്നത്. അത് പിന്നെ മോളെ, ഇവിടുത്തെ കാര്യങ്ങൾക്ക് മോൾക്കറിയാവുന്നതല്ലേ. ശ്യാമ മേഡത്തിൻ്റെ കാര്യം അറിഞ്ഞ് ആകെ തകർന്ന് കൈവിട്ട അവസ്ഥയിൽ നിൽക്കുവാൻ ഞങ്ങൾ. ഇവിടെ ഇപ്പോൾ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പോലും പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയ്ക്ക് തകർന്ന അവസ്ഥയിലാണ് ഞങ്ങൾ. പിന്നെ അതുമാത്രമല്ല, ഇവിടുത്തെ സൗകര്യങ്ങളോട് മോൾക്കും മോനും പൊരുത്തപ്പെടാൻ പറ്റുമോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്കിതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇതിലൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അന്നേരം യശോദ പറയുന്നുണ്ട്, എന്താണെങ്കിലും വരുണും കൂടി ഇവിടെ ഉണ്ടല്ലോ, വരുണിനോട് കൂടി അഭിപ്രായം ചോദിക്കാം. അന്നേരം വരുണം അങ്ങോട്ട് വരുവാ. ഞാനിവർ പറയുന്നത് കേട്ടു. അതിനെന്താ,
അതിലെനിക്കൊരു ഒരു എതിർപ്പുമില്ല. അതിനെ എനിക്കൊരു എതിർപ്പുമില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിലേ അതെനിക്ക് കൂടി സന്തോഷമുള്ള കാര്യമോ. മാത്രമല്ല ദുർഗ രാധികയുടെ കൂട്ടുകാരിയാണല്ലോ. ദുർഗയുടെ പ്രസൻസ് രാധികയ്ക്ക് ഒരു ആശ്വാസം തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾ രാധികയ്ക്കും രാധികയുടെ കുടുംബത്തിനും വേണ്ടപ്പെട്ട ആൾക്കാരാ. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ നേരിടാനായിട്ട് മുമ്പിൽ തന്നെ ഞാനുണ്ടാവും. അക്കാര്യത്തിൽ ഞാൻ വാക്ക് തരുവാണ്. പിന്നീട് ദുർഗ പറഞ്ഞതനുസരിച്ച് മാധ്യമത്തിൽ ഫീച്ചർ എഴുതുന്ന വേഷത്തിൽ അഖിലും അക്ഷരയും കൂടി ചന്ദ്രശേഖരൻ്റെ ഗൗതത്തിന് മുമ്പിലേക്ക് വരുവാണ് കേട്ടോ. അന്നേരം ഗൗതം അഖിലിനോട് പറയണേ, അല്ല നിങ്ങൾ നേരത്തെ എന്നെ വിളിച്ചപ്പോൾ മാധ്യമത്തിൽ നിന്നാണെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്ത് ചോദിക്കുക കൂടി ചെയ്തതല്ലേ. അന്നേരം അക്ഷര പറയുന്നുണ്ട്, അത് പിന്നെ സാർ, സത്യം പറഞ്ഞാൽ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ മെയിനായിട്ട് സെലിബ്രിറ്റീസിനെ കുറിച്ചുള്ള ഫീച്ചറും മറ്റുമൊക്കെ എഴുതണേ. ശ്യാമ മാഡം എന്ന ഗായികയെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ ഞങ്ങളുടെ മാഗസീനിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനായിട്ട് കുറേ നാളായി ഞങ്ങൾ ശ്യാമ മാഡത്തിന് പിന്നാലെ ആയിരുന്നു. അതിനിടയില ശ്യാമ മാഡത്തെക്കുറിച്ചുള്ള വളരെ ദുഃഖകരമായ ഈ ഒരു വാർത്ത ഞങ്ങൾ അറിയാൻ ഇടയായത്. സത്യം പറഞ്ഞാൽ ആകെ തകർന്നു പോയി. ഞങ്ങൾ മാത്രമല്ല, ശ്യാമ മാഡത്തിൻ്റെ ആരാധകർ മൊത്തം. ശ്യാമ മാഡത്തെക്കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ശ്യാമ മാഡത്തിൻ്റെ ബന്ധുവായി നിങ്ങളിൽ നിന്ന് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളെ കാണാനായിട്ട് ഞങ്ങൾ വന്നത്. അതിന് ശ്യാമ മാഡം ഞങ്ങളുടെ ബന്ധുവൊന്നുമല്ല. അയ്യോ, അങ്ങനെ പറയരുത്. ശ്യാമ മാഡത്തിൻ്റെ മകളായ രാധിക കണിമംഗലം കുടുംബത്തിലാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾക്കും ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഇത്തവണ കണിമംഗലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. വലിയൊരു ജപ്തിയുടെ വക്കീൽ നിന്നും സിനിമ സ്റ്റൈൽ വന്നല്ലേ ചന്ദ്രശേഖരൻ സാറ് ആ ഒരു ജപ്തി നടപടികളിൽ നിന്നും തൻ്റെ കുടുംബത്തെ രക്ഷിച്ചെടുത്തത്. സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഗൂസ്പം മൊമെൻറ്റ്സ് ആയിരുന്നു. അതെ അതെ സാർ, ഞങ്ങളും അതിൽ ആകെ ത്രില്ലടിച്ച പോലെയായിരുന്നു. അല്ല സാർ, സത്യത്തിൽ ആരായി സാറാ? അങ്ങനെ അവരുടെ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുന്നതും ചന്ദ്രശേഖരനും ഗൗതത്തിനും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുവാ. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ചില മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ എൻ്റെ സമയം മെനക്കെടുത്താതെ ഒന്ന് പോകുന്നുണ്ടോ? പിന്നെ നിങ്ങളുടെ ഈ സംസാരം കേൾക്കുമ്പോഴറിയാം നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഫീച്ചർ എഴുതാൻ വന്നവരും ഒന്നുമല്ലെന്ന്. നിങ്ങളുടെ പിന്നിലെ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. എന്താണെങ്കിലും തൽക്കാലം നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടി സമയം കളയാനും ഞങ്ങൾക്ക് തീരെ ടൈമില്ല. വേഗം രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. ഐ സേ യു ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞ് രണ്ടുപേരെയും അടിച്ചിറക്കുവാണ്ടോ ചന്ദ്രശേഖരൻ. അങ്ങനെ അവർ രണ്ടാളും അവിടെ നിന്ന് പുറത്തിറങ്ങുവാണ്. എന്നിട്ട് ആ ക്യാബിൻ്റെ സൈഡിൽ തന്നെ മറഞ്ഞു നിന്ന് ചന്ദ്രശേഖരനും ഗൗതവും സംസാരിക്കുന്നത് ഫോണിൽ വീഡിയോ പകർത്തുവാണ്. ഈ സമയം ഗൗതം പറയണേ, സോറി അച്ഛാ, അവരും മാധ്യമപ്രവർത്തകരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഗൗതം, നമുക്ക് ചുറ്റുമുള്ള ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ശ്യാമയുടെ മരണത്തെക്കുറിച്ചുള്ള സത്യം കണ്ടെത്താൻ പലരും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവരെ പല വേഷത്തിലും എത്താം. എന്താണെങ്കിലും നമ്മളിന്ന് കരുതിയിരിക്കണം. കണിമംഗലത്തിലും ശ്യാമയുടെ കാര്യത്തിലും നമ്മൾ ചെയ്തത് ഒരിക്കലും പുറലോകം അറിയാൻ പാടില്ല. എന്താണെങ്കിലും താൻ ആ ബെഞ്ചമിനെ ഒന്ന് വിളിച്ചേക്ക്, ഒന്ന് സൂക്ഷിക്കണമെന്ന് പറ. ബെഞ്ചമിൻ എങ്ങാനും പിടിയിലായാലുണ്ടല്ലോ പിന്നാലെ തന്നെ നമ്മളും കുടുങ്ങേണ്ടി വരും. ശരിയച്ചാ, ഞാൻ ബെഞ്ചമിനോട് സംസാരിച്ചോളാം. അങ്ങനെ പറയുവാണ്ടോ ഗൗതം. അങ്ങനെ ഇതെല്ലാം അവർ റെക്കോർഡ് ചെയ്ത് ദുർഗയുടെ ഫോണിലേക്ക് അയക്കുന്നുണ്ട്. ഈ സമയം ഈ വീഡിയോ കാണുന്നതും ദുർഗക്കും കിരണിനും തങ്ങൾ പോകുന്ന ട്രാക്ക് ശരിയാണെന്ന് മനസ്സിലാകുക. കിരൺ, നമ്മുടെ മുമ്പിൽ ശ്യാമയുടെ വലിയ രണ്ട് ശത്രുക്കളായിട്ടുണ്ടായിരുന്നത് ഐശ്വര്യയും ചന്ദ്രശേഖരനുമാണ്. ഐശ്വര്യ തൽക്കാലം ഇപ്പോൾ ഈ നാട്ടിലില്ല. അതുകൊണ്ട് തൽക്കാലം ഐശ്വര്യ മാറ്റി നിർത്താം. ചന്ദ്രശേഖരനെ വെച്ച് വേണം ഇനി നമ്മുടെ അന്വേഷണം. എന്നിട്ട് ദുർഗ ഫോൺ എടുത്ത് കുട്ടിയേട്ടനെ വിളിച്ച് ഗൗതത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ പൊക്കാൻ പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുൺ രാധികനെ റൂമിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാൻ പിടിച്ചിരുത്തുന്നതാണ് കേട്ടോ. എന്നാൽ വരുൺ എത്ര നിർബന്ധിച്ചിട്ടും രാധിക കഴിക്കുന്നില്ല. വേണ്ട വരുൺ, എനിക്കൊന്നും വേണ്ട. താൻ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവുന്നത്? താൻ കഴിച്ചില്ലെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് വരുണും വാശി പിടിക്കുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ടായിരിക്കും ദുർഗയും കിരണും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ രാധികനെ നിർബന്ധിച്ച് വരുൺ ഭക്ഷണമൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിരൺ പുറത്തേക്ക് ഇറങ്ങുക. അന്നേരം ദുർഗയും പിന്നാലെ വരിക. എന്നിട്ട് പറയണേ, വരുണിൻ്റെ രാധികയുടെ സ്നേഹം കണ്ടില്ലേ? ശരിയാ, ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങനെ വേണം. അല്ല ദുർഗെ, താൻ രാധികയെ പോലെ ആയിരിക്കുമോ? അത് കേട്ട് ദുർഗ ചോദിക്കണേ, അല്ല കിരൺ വരുണിനെ പോലെ ആയിരിക്കുമോ? അന്നേരം രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുവാണ്. ഈ സമയം യശോദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുവാണോ? എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. അമ്മേ, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിനുവേണ്ടി പുറത്തേക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അല്ല മോളെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങളാണെന്നല്ലേ പറഞ്ഞത്? ഈ ഒരവസ്ഥയിൽ പുറത്തൊക്കെ പോയാലോ? പേടിക്കാനൊന്നുമില്ല അമ്മേ, ഇവിടെ അടുത്ത് വരെ പോയിട്ട് വരാം. ശരി, പോയിട്ട് സൂക്ഷിച്ചു വന്നേ. അങ്ങനെ അമ്മയുടെ ആ കരുതലും സ്നേഹവും നിറഞ്ഞ വാക്കുകൾ കേൾക്കുന്നതും ദുർഗ ഒരു നിമിഷം കണ്ണുകൾ നിറഞ്ഞ് അമ്മയെ തന്നെ നോക്കുക. അത് കണ്ട് യശോദ ചോദിക്കണേ, എന്തു പറ്റി മോളെന്ന് ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ലമ്മേ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇത്ര സ്നേഹത്തോടെയും കരുതലോടെയൊക്കെ കാര്യങ്ങൾ പറയാനായിട്ട് ആരുമില്ലല്ലോ. അക്കാര്യം ഓർത്ത് ഒന്ന് അമ്മയെ നോക്കിപ്പോയതാ. മോളോട് ഞാൻ ചെറുതിലെ തന്നെ പറഞ്ഞിട്ടില്ലേ, നീയും എൻ്റെ മോളെപ്പോലെ തന്നെയാണെന്ന്. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു മാറ്റമില്ല കേട്ടോ.
അങ്ങനെ പറഞ്ഞ് ദുർഗയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന യശോദേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ദുർഗയുടെ ആളുകൾ ഗൗതത്തിനെ തട്ടിക്കൊണ്ട് വന്നിരിക്കുവാണ്. അങ്ങനെ ഗൗതത്തെ കസേരയിൽ കെട്ടിയിട്ട് തലയിൽ മുഖം പറിച്ച് അവിടെ ഇരുത്തിയിരിക്കുവാണ് കേട്ടോ. ഈ സമയം ദുർഗയും കിരണും ഗൗതത്തിനെ ചോദ്യം ചെയ്യാനും അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാനും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ഗൗതത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നും അവർക്ക് ചില ക്ലൂകൾ കിട്ടുവാണ് കേട്ടോ. അങ്ങനെ കിരണിനോട് ദുർഗ പറയുവാണ്, കിരൺ, ശ്യാമയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൻ്റെ വ്യാപ്തി നമ്മൾ വിചാരിക്കുന്നതിലും വളരെ കൂടുതലാണ്. നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് അന്വേഷണം നടത്തിയേ പറ്റുള്ളൂ, എന്നാലേ അവരിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നീട് ശ്യാമയെ സ്വപ്നം കണ്ട് അമ്മയെന്ന് വിളിച്ച് അലറിക്കറിയുന്ന രാധികേനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം വരൺ അങ്ങോട്ടേക്ക് ഓടി വരിക. അന്നേരം രാധിക ചോദിക്കണേ, വരൺ അമ്മ ഇവിടെ? അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, എവിടെ പോയ അമ്മ? രാധികെ, ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്? ശ്യാമ ഇവിടെ എങ്ങനെ തിരിച്ചു വരാനാ? അങ്ങനെ രാധികയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ്ടോ വരുൺ. പിന്നീട് കാണിക്കുന്നത് ദുർഗ രാധികയും കൂട്ടി പുറത്തെവിടെയൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്